So hello guys, welcome back to MCA. So ഈ സെക്ഷനിൽ ഞാൻ ഗ്രേഡ് സർക്കിളിലെ ഇനിഷ്യൽ കോഴ്സും ഫൈനൽ കോഴ്സും കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡ് വേറെ ഒന്നുമല്ല, ഒരു ഫിഗർ വരച്ചിട്ട് ആദ്യം നമുക്ക് എങ്ങനെ ഇനിഷ്യൽ കോഴ്സും ഫൈനൽ കോഴ്സും, കാരണം നമുക്ക് ഇനിഷ്യൽ കോഴ്സും ഫൈനൽ കോഴ്സും കണ്ടുപിടിക്കാൻ നമ്മൾ അതിനെ 180 അല്ലെങ്കിൽ 00 ഇവിടെ ആഡ് ചെയ്യുക, സബ്സ്ട്രാക്ട് ചെയ്യുക, അപ്പോൾ അങ്ങനത്തെ കുറച്ച് ടെക്നിക്കലായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമുക്ക് ഒരു ഫിഗർ എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ടോപ്പിക്കാണ് ഏത് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് വരാം. അപ്പോൾ ഗ്രേഡ് സർക്കിളിലെ ഇനിഷ്യൽ കോഴ്സും ഫൈനൽ കോഴ്സും കണ്ടുപിടിക്കാം. സോ ഞാനിവിടെ ഈസ്റ്റേർലി അത് കഴിഞ്ഞ് വെസ്റ്റേർലി, അപ്പോൾ എൻ്റെ വെസ്റ്റേർലി മൂവ് ചെയ്യുന്നത് ഈസ്റ്റേർലി വെസ്റ്റേർലി ആയിരിക്കും. നോർത്തേൺ ഹെമിസ്ഫിയറിലും വരാം, സദേൺ ഹെമിസ്ഫിയറിലും. ഞാൻ ഇപ്പോൾ എൻ്റെ ഡയഗ്രാം വരയ്ക്കാൻ പോകും. ഇപ്പോൾ ഫസ്റ്റ് ഡയഗ്രാം എന്ന് പറയുമ്പോൾ എൻ്റെ വെസൽ നോർത്തേൺ ഹെമിസ്ഫിയറിലായിരിക്കും. ഈസ്റ്റേർലി മൂവ് ചെയ്യുന്നു, എ ബി, എൻ്റെ വെസൽ ഇങ്ങനെ മൂവ് ചെയ്യണം. ഓക്കെ, ബട്ട് എൻ്റെ ഹെമിസ്ഫിയർ വന്നിട്ട് നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്. ഇതാണ് അടുത്ത സദേൺ ഹെമിസ്ഫിയർ. ഓക്കെ, സദേൺ ഹെമിസ്ഫിയർ എന്ന് പറയുമ്പോൾ വെസൽ ഈസ്റ്റേർലി ആയിരിക്കും മൂവ് ചെയ്യുന്നത്, എ ബി, ബട്ട് ഹെമിസ്ഫിയർ വന്നിട്ട് സദേൺ. അപ്പോൾ ഈസ്റ്റേർലി നോർത്തേൺ ഹെമിസ്ഫിയർ, സദേൺ ഹെമിസ്ഫിയറിൽ ഫെയിലിയർ. ഇനി അടുത്തത് ഇവിടെ നമ്മൾ ഈ ഇനിഷ്യൽ കോഴ്സും ഫൈനൽ കോഴ്സും കണ്ടുപിടിക്കും. നമ്മൾ ഫസ്റ്റ് ആംഗിൾ എയും ആംഗിൾ ബിയും കണ്ടുപിടിക്കും. ഒരു ഫോർമുല ഉപയോഗിച്ച് ആംഗിൾ എയും ആംഗിൾ ബിയും കണ്ടുപിടിച്ചതിന് ശേഷമാണ് നമ്മൾ ഇനിഷ്യൽ കോഴ്സും ഫൈനൽ കോഴ്സും കണ്ടുപിടിക്കും. അപ്പോൾ ഇനിഷ്യൽ കോഴ്സും ഫൈനൽ കോഴ്സും കണ്ടുപിടിക്കുക നമ്മൾ ആഡ് ചെയ്യുകയും സബ്സ്ട്രാക്ട് ചെയ്യുകയും ചെയ്യും. സോ ഈസ്റ്റേർലിയിൽ നമുക്ക് ഫസ്റ്റ് നോർത്തേൺ ഹെമിസ്ഫിയർ എടുക്കാം. ഓക്കെ, നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഇവിടെ നമ്മൾ 0 പ്ലസ് ആംഗിൾ എ, നമുക്ക് കിട്ടുന്ന ആംഗിൾ എ. ഓക്കെ, നമ്മൾ ഗ്രേഡ് സർക്കിളിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്തതിന് നമുക്ക് ആംഗിൾ എയും ആംഗിൾ ബിയും കിട്ടും. അപ്പോൾ ആംഗിൾ എയിലൂടെ നമ്മൾ 0 നമ്മുടെ ഈ 0 അല്ലെങ്കിൽ 360 പിന്നെ 180. ഓക്കെ, ഈ 3 വാല്യൂസ് എടുത്താണ് നമ്മുടെ ഈ ഫുൾ ഗ്രേഡ് സർക്കിളിൻ്റെ ഈ ഇനിഷ്യൽ കോഴ്സും ഫൈനൽ കോഴ്സും ചെയ്തത്. അപ്പോൾ ഇതിൽ വരുന്നതെന്ന് വെച്ചാൽ 0 പ്ലസ് എ. ഓക്കെ, ബിയിൽ വരുന്നതെന്ന് പറയുമ്പോൾ 180 മൈനസ് ബി. ഓക്കെ, ആംഗിൾ ബി. അപ്പോൾ നമ്മുടെ ഇനിഷ്യൽ കോഴ്സ് ഫൈനൽ കോഴ്സ്, ഇനിഷ്യൽ കോഴ്സ് എന്ന് പറയുമ്പോൾ 0 പ്ലസ് ആംഗിൾ എ, ഫൈനൽ കോഴ്സ് എന്ന് പറയുമ്പോൾ 180 മൈനസ് ആംഗിൾ ബി. ഓക്കെ, എന്നാലും നിങ്ങൾക്ക് ഈ ഒരു ട്രയാങ്കിൾ നിങ്ങൾക്ക് കാണാതെ പഠിക്കാം, അല്ലെങ്കിൽ ഓക്കെ ഇങ്ങനെ ഒരു 2-3 തവണ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ അങ്ങനെയാണ് പഠിച്ചത്. മീൻസ് ഇപ്പോൾ ഇന്ന് 2 ദിവസം പ്രാക്ടീസ് ചെയ്ത് അതിന് എക്സാമിൻ്റെ തലേ ദിവസം 2-3 തവണ മീൻസ് ജസ്റ്റ് കാണാതെ അങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്തത്. അപ്പം ഈസ്റ്റേർലി എന്ന് വെച്ചാൽ നമ്മുടെ ഈ സംഭവം നോർത്ത് ഈസ്റ്റ് വരണം, ആ ഒരു രീതിയിലാണ് വരുന്നത്. അപ്പം 0 പ്ലസ് എയും 180 മൈനസ് ബി. ഈ ഒരു സംഭവം നോർത്തേൺ ഹെമിസ്ഫിയറിൽ കണ്ടുപിടിച്ചു. അടുത്ത സദേൺ ഹെമിസ്ഫിയർ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും വരുന്നത്, ഇതിൻ്റെ എക്സാക്റ്റ് ഓപ്പോസിറ്റ്. നമ്മളിപ്പോൾ ബിയിൽ എന്തോണം എഴുതിയാൽ അത് എയിലോട്ടും വരും, എയിൽ എന്തോണം എഴുതിയാൽ അത് ബിയിലോട്ടും വരും. കാണിച്ചത് എന്ന് പറയുമ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ 180 മൈനസ് ആംഗിൾ ബി എഴുതിയത്. അപ്പോൾ സദേൺ ഹെമിസ്ഫിയർ വരുമ്പോൾ എയിൽ അവിടെ 180 മൈനസ് ആംഗിൾ എ വരും, ബിയുടെ അവിടെ 0 പ്ലസ് ആംഗിൾ ബി. അതാണ് പറയുന്നത്. ഏതെങ്കിലും ഇത് പഠിക്കാം അല്ലെങ്കിൽ ഇത് പഠിക്കാം. എനിക്ക് തോന്നുന്നു ഇതായിരിക്കും, അല്ല അല്ലെങ്കിൽ ഏതാണോ നിങ്ങൾക്ക് കംഫർട്ട് അത് പഠിച്ചിട്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും അടുത്ത ഹെമിസ്ഫിയർ. അപ്പോൾ ഇവിടെ ബി 180 മൈനസ് ആംഗിൾ ബി വന്നു. അപ്പോൾ സദേൺ ഹെമിസ്ഫിയറിൽ 180 മൈനസ് ആംഗിൾ എ വന്നു. ഇവിടെ 0 പ്ലസ് ആംഗിൾ എ വന്നു, ഇവിടെ 0 പ്ലസ് ആംഗിൾ ബി വന്നു. അപ്പോൾ ഇതിൻ്റെ ഇനിഷ്യൽ കോഴ്സ് എന്ന് പറയുന്നത് 180 മൈനസ് ആംഗിൾ എയും ഫൈനൽ കോഴ്സ് എന്ന് പറയുന്നത് 0 പ്ലസ് ആംഗിൾ ബി. ഓക്കെ, അടുത്ത വെസ്റ്റേർലി ആണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, വെസ്റ്റേർലി എന്ന് പറയുമ്പോൾ
ആദ്യം നോർത്തേൺ ഹെമിസ്ഫിയർ, പിന്നെ സദേൺ ഹെമിസ്ഫിയർ. ഓക്കെ, നമ്മൾ വെസൽ ഇങ്ങോട്ടായിരിക്കും മൂവ് ചെയ്യുന്നത്. അപ്പം ഇത് എൻ്റെ വെസൽ ഇങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, ബി എൻ്റെ ഹെമിസ്ഫിയർ നോർത്തിലാണ്. ഓക്കെ, സദേൺ ഹെമിസ്ഫിയർ എന്ന് പറയുമ്പോൾ എൻ്റെ വെസൽ എ ബി വെസൽ ഇങ്ങനെ മൂവ് ചെയ്യുന്നത് ഹെമിസ്ഫിയർ സദേണിൽ. ഇതിൻ്റെ ഇത് വന്നിട്ട് ഇവിടെ എയുടെ അവിടെ 360 മൈനസ് ആംഗിൾ എ വരും. ഓക്കെ, 360 മൈനസ് ആംഗിൾ എയും ഇവിടെ 180 പ്ലസ് ആംഗിൾ ബി എന്ന് പറയുമ്പോൾ ഈ വെസ്റ്റർലി എന്ന് പറയുമ്പോൾ വെസ്റ്റ് സൈഡിലോട്ട് വരുന്ന രീതിയിലും ഈസ്റ്റർലി എന്ന് പറയുമ്പോൾ ഈസ്റ്റ് സൈഡിലോട്ട്. ഓക്കെ, വെസ്റ്റ് ഈസ്റ്റ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇനിഷ്യൽ കോഴ്സും ഫൈനൽ കോഴ്സും ആ രീതിയിൽ വരണം. അതാണ് 180 മൈനസ് എയും 00 പ്ലസ് ബി എന്ന് എഴുതിയിരിക്കുന്നത്. ഓക്കെ, സോ അപ്പോൾ അടുത്ത സദേൺ ഹെമിസ്ഫിയർ പറയുമ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും വേണം. അതെന്ന് പറയുമ്പോൾ 360 മൈനസ് ആംഗിൾ ബിയും 180 പ്ലസ് ആംഗിൾ എ. സോ ഇതിൻ്റെ ഇനിഷ്യൽ കോഴ്സ് എന്ന് പറയുന്നത് 360 മൈനസ് ആംഗിൾ എയും ഫൈനൽ കോഴ്സ് എന്ന് പറയുന്നത് 180 പ്ലസ് ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി. ഇവിടെ വരുമ്പോൾ ഇനിഷ്യൽ കോഴ്സ് വന്നിട്ട് 180 പ്ലസ് ആംഗിൾ എ, ഫൈനൽ കോഴ്സ് വന്നിട്ട് 360 മൈനസ് ആംഗിൾ. അപ്പോൾ നിങ്ങളുടെ ഫൈനൽ കോഴ്സും ഇനിഷ്യൽ കോഴ്സും കണ്ടുപിടിക്കാൻ എളുപ്പം ഒന്നെങ്കിൽ ഇത് അല്ലെങ്കിൽ ഇത്. ഓക്കെ, ഇപ്പം ഈസ്റ്റേർലിയിലും വെസ്റ്റേർലിയിലും നിങ്ങൾ ഓരോ ഹെമിസ്ഫിയറിൻ്റെ ഈ വയസ്സ് മനസ്സിലാക്കിയാൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും അടുത്ത ഹെമിസ്ഫിയർ. ഓക്കെ, അല്ല ഇതല്ലാതെ വേറെ ഏതെങ്കിലും മെത്തേഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ഫോളോ ചെയ്യാം. അല്ലെങ്കിൽ അത് എനിക്കും കൂടെ പറഞ്ഞു തരാം. കാരണം ഞാൻ മനസ്സിലാക്കിയ ഒരു മെത്തേഡ് ഇതാണ്. ചെയ്ത് വന്നപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു മെത്തേഡ്, ആ മെത്തേഡ് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നു. ഇതിനേക്കാൾ സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് സെക്ഷനിൽ ജസ്റ്റ് ഇടാം. ഓക്കെ, സോ ഇന്നത്തെ ടോപ്പിക് ഇത്രയേ ഉള്ളൂ. ഗ്രീക്ക് സർക്കിളിൽ ഈ ഇനിഷ്യൽ കോഴ്സും ഫൈനൽ കോഴ്സും ഈ എയും ബിയും നമ്മൾ ഒരു ഫോമിൽ ഉപയോഗിച്ചാണ് കണ്ടുപിടിക്കുന്ന, കൺഫ്യൂഷൻ ആവരുത്. എയും ബിയും ഫോമിൽ ഉപയോഗിച്ച് കണ്ടുപിടിച്ചതിന് ശേഷമാണ് നമ്മൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുകയും സബ്സ്ട്രാക്ട് ചെയ്യുകയും ചെയ്യുന്നത്. സോ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.